RSSനെ ചോദ്യം ചെയ്ത കർണാടക ഹോം മിനിസ്റ്റർ പ്രിയങ്ക് ഖാർഗെക്ക് പണി കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി ഞങ്ങൾ കാഫിറാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള റോഡ് നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കേണ്ട എന്നാണ് മധ്യപ്രദേശിലെ ഒരു മന്ത്രി പറഞ്ഞുള്ളത്. ആ മിനിസ്റ്റർ എന്ന് പറയുന്നത് അർബൻ ഡെവലപ്മെന്റ് ആൻഡ് ഹൗസിംഗ് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ് അത് പറഞ്ഞുള്ളത്. നമുക്ക് ആ വീഡിയോ കാണാം. यहाँ पर ये सड़क कर रही है, मैं देख रहा था यहाँ पर हिंदू भाई भी रहते हैं, मुसलमान भी रहते हैं, कई मुस्लिम भाई हमको काफिर बोलते हैं। अरे अगर हम काफिर हैं, हमने सड़क बनाई है, इसमें मत चलो भाई। मत चलो इसमें। यदि हम काफिर हैं और यदि आपके घर में लाडली बहना और लाडली लक्ष्मी योजना का अगर पैसा आ रहा है मत लो। हमने कभी भी किसी के साथ भेदभाव नहीं किया। हमने कहा सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास, ये हमारी पॉलिसी है। आप हमें वोट दो या नहीं दो, हमारा काम है जनता की सेवा करना। കേട്ടില്ലേ? ഇങ്ങേര് പറഞ്ഞുള്ളത്, ഇങ്ങേര് മധ്യപ്രദേശിലെ ഒരു മന്ത്രിയാണ്. ഇദ്ദേഹം പറഞ്ഞുള്ളത് ദ റോഡ് ഹാസ് ബീൻ ബിൽഡ് ബൈ ഹിയർ. ഇവിടെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ചില മുസ്ലിം സഹോദരന്മാർ ഞങ്ങളെ കാഫിർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കാഫിർ ആണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള റോഡിലൂടെ നിങ്ങൾ എന്തിനാണ് പോകുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് ആ റോഡ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പറഞ്ഞുള്ളത് ഞങ്ങൾ കാഫിർ ആണെങ്കിൽ ഞങ്ങളുടെ പണം നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ, അതായത് ഒരു സ്കീമാണ് പറയുന്നത് ഡഡ്ലി ബഹൻ യോജന. ഈ യോജന പ്രകാരം വരുന്ന മണി നിങ്ങളുടെ വീട്ടിലേക്ക് പണം വരുമ്പോൾ നിങ്ങൾ അത് എടുക്കേണ്ട. ഞങ്ങൾ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, ആരെയും തരംതിരിച്ച് കാണുന്നില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞുള്ളത്. അദ്ദേഹം പറഞ്ഞുള്ളത് ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നാണ്. അതാണ് നമ്മളുടെ പോളിസി. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും എന്റെ പണി എന്ന് പറയുന്നത് ആളുകളെ, പൊതുജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അത് ഭംഗിയായി ചെയ്യും. ഇനി ഇങ്ങേർക്കുള്ള മറുപടിയും, ഇങ്ങേർക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബിലാവട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ എവിടെ ആവട്ടെ കുറച്ച് വീഡിയോസ് കാണാറുണ്ട്. അതുപോലെ ചില വീഡിയോസിന്റെ കമന്റ്സിൽ കാണാറുണ്ട് ഇതേപോലത്തെ വർത്താനം. അതായത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടല്ല, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള റോഡ്, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സ്കീം, ഇതിലൊക്കെ ബെനിഫിറ്റ് എന്തിനാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന ചോദ്യം വരുന്നത് കാണാറുണ്ട്. ഇവർക്കൊക്കെയുള്ള മറുപടിയാണ് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള റോഡാവട്ടെ അല്ലെങ്കിൽ മറ്റു ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, ഇതുപോലെ സ്കീം ആവട്ടെ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറഞ്ഞ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പണം കൊണ്ടല്ല. ഇനി പാർട്ടി ഫണ്ടിൽ നിന്ന് കൊണ്ടാണെന്നാണോ? അതുമല്ല. ഇങ്ങേര് പറയുന്ന ഈ കാഫിർ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന ആളുകളും അതുപോലെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും, അതായത് മതമൊന്നും നോക്കാതെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യൻ സിറ്റിസൺസ്, അവര് അടക്കുന്ന നികുതി പണം കൊണ്ടാണ് ഈ പറയുന്ന റോഡും ഇൻഫ്രാസ്ട്രക്ചേഴ്സും സ്കീംസും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നും പറഞ്ഞിട്ടൊന്നും ഇങ്ങോട്ടേക്ക് ആരും വരാൻ നിൽക്കേണ്ട. ഓക്കെ, ഇത് ഈ പറഞ്ഞ മന്ത്രിക്ക് മാത്രമുള്ള മറുപടിയല്ല. ഇത് കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ പറയുന്ന ആളുകൾ. ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഞങ്ങളെ പണം കൊണ്ട് ഉണ്ടാക്കിയാണ്. ഏത് ഞങ്ങളുടെ? ഇന്ത്യക്കാരുടെ, അതായത് എല്ലാ ഇന്ത്യക്കാരുടെയും പണം വെച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടാന്നോ അല്ലെങ്കിൽ പാർട്ടി ഫണ്ടോ അല്ല. പിന്നെ ഈ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഞങ്ങൾ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാറില്ല എന്ന്. ഏകദേശം ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ പാർട്ടിക്കാരാണ്. അതിൽ 80% കൂടുതൽ ഹെയ്റ്റ് സ്പീച്ച് നടക്കുന്നത് മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള ഹെയ്റ്റ് സ്പീച്ചാണ്. എന്തിനേറെ പറയുന്നു, ഇദ്ദേഹത്തെ എനിക്ക് നേർക്കാറില്ല, പക്ഷെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാർട്ടി ആയിട്ട് തന്നെയുള്ള ആസാമിലെ CM എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാളല്ല, കാണിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഉണ്ടാക്കിയിട്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. 2014 മുതൽ ഒരുപാട് കാര്യങ്ങൾ റോഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇവർ ഏറ്റവും കൂടുതൽ 2014 ശേഷം ചെയ്തിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഹെയ്റ്റ് സ്പീച്ച്, അത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ഇവർ ചെയ്തിട്ടുള്ളത് പേരുകൾ മാറ്റുക. സ്കീമിന്റെ ആവട്ടെ അല്ലെങ്കിൽ മറ്റും പരമാവധി പേരുകൾ മാറ്റിയിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഇവർ 2014 ശേഷം ചെയ്തു വന്നിട്ടുള്ള രണ്ടാമത്തെ കാര്യം. പിന്നെ പറയാൻ വിട്ട മറ്റൊരു കാര്യമാണ് അദാനി അംബാനി. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഈ പറയുന്ന ഹെയ്റ്റ് സ്പീച്ച് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അതായത് ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ,
അവരറിയുന്നുണ്ടോ ഇവരുടെയൊക്കെ മക്കളൊക്കെ എവിടെയാണെന്നൊക്കെയുള്ള കാര്യം? ഇപ്പോൾ തന്നെ മോഹൻ യാദവ് ആൻഡ് അയാളുടെ മകൻ ഫാമിലി ഇവരൊക്കെ ലാൻഡ് സ്കീമിൽ പെട്ടിട്ടുണ്ട്. ഏകദേശം 168 ഏക്കറിന്റെ ലാൻഡ് സ്കാമാണ് ഇവർക്കെതിരെ വന്നിട്ടുള്ളത്. ഇനി നിതിൻ ഗഡ്കരി അയാളുടെ മോനും എത്തനോൾ കമ്പനി അറിയാലോ. പിന്നെ അമിത്ഷാ ആൻഡ് ഹിസ് സൺ BCCI ആൻഡ് ICC, അതുപോലെ പ്രേം കുമാർ ധുമാൽ ആൻഡ് ഹിസ് സൺ IPL, പിന്നെ അരുൺ ജെയ്റ്റ്ലി DDCA, അതുപോലെ ജ്യോതിര സിന്ധ്യ സൺ MPCA. അങ്ങനെ ഓരോ ആൾക്കാരുടെ ഇത് ഈ പറഞ്ഞ 4-5 ആൾക്കാരുടെ അല്ല, ഒരുപാട് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പല ബെനിഫിറ്റ്സും അവർക്കോ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഗ്രൗണ്ടിൽ തന്നെ ഇറങ്ങിയിട്ട് അടിയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഈ പാവപ്പെട്ട ജനങ്ങൾ ഇവരിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? കാരണം ഇവരവിടെ നിന്ന് ഇവരും ഇവരുടെ കുടുംബമൊക്കെ സേഫ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ നാട്ടിലിരുന്ന് അടിയുണ്ടാക്കുക. പിന്നെ സ്കൂളിന്റെയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കാര്യം പറയേ വേണ്ട, അത്രയും കൊളാക്കി വെച്ചിട്ടുണ്ട്. അതിന് പ്രൊട്ടസ്റ്റ് നടത്തുന്നു, ആ പ്രൊട്ടസ്റ്റ് നടത്തുന്നവരെ ആന്റി നാഷണൽ എന്ന് വിളിച്ചിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇവിടെ കുറെ ജനങ്ങളുണ്ടെങ്കിൽ അവരും ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് കർണാടകയിലേക്ക് പോകാം. കർണാടകയിൽ ഹോം മിനിസ്റ്റർ അവിടെ പ്രിയങ്ക് ഖാർഗെ RSSനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഫണ്ടിങ്, രജിസ്ട്രേഷൻ, അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചിട്ട്, അതായത് അവിടെ പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ RSSന് പ്രോഗ്രാം നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ്, അതായത് RSSന്റെ ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, ഫണ്ടിങ്, അസറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പരിപാടി നടത്താമെന്നാണ് ഹോം മിനിസ്റ്റർ പ്രിയങ്ക് ഖാർഗെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ കുറച്ച് ദിവസങ്ങളായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതാ ബാംഗ്ലൂർ കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സമൻസ് അയച്ചിട്ടുണ്ട് ഹോം മിനിസ്റ്റർ പ്രിയങ്ക് ഖാർഗെക്കെതിരെ. ഇപ്പോഴല്ല കേട്ടോ, ഒക്ടോബർ 4, 2025 ഇൻസിഡന്റ് വെച്ചിട്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത്. അതായത് പ്രിയങ്ക് ഖാർഗെ അവിടെ മന്ത്രിയായി നിൽക്കുന്ന സമയത്ത് കർണാടക ഗവൺമെന്റിന് ഒരു കംപ്ലൈന്റ് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് ടു പ്രിവെന്റ് RSS, അതായത് RSSനെ എന്ത് ചെയ്യണം, പ്രിവെന്റ് ചെയ്ത് വെക്കണം. ഗവൺമെന്റ് പ്ലേ ഗ്രൗണ്ടും അതുപോലെ സ്കൂളും കോളേജൊന്നും യൂസ് ചെയ്യാതെ അതിൽ നിന്ന് എന്ത് ചെയ്യണം, അതൊന്നും യൂസ് ചെയ്യാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ പ്രിയങ്ക് ഖാർഗെ ഫോട്ടോ എടുത്തിട്ട് ഈ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഡിഫമേഷൻ ആണ് കേസ് കൊടുത്തിട്ടുള്ളത്, അതായത് ഓർഗനൈസേഷനെ ഡിഫോം ചെയ്തു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഒക്ടോബർ 13-നും 14-നും കഴിഞ്ഞ വർഷം തന്നെയാണ്, ഈ വർഷമല്ല കഴിഞ്ഞ വർഷം 2025 വേറെയും സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഹോം മിനിസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നെവർ ബി ഫ്രണ്ട് RSSന്റെ ഫ്രണ്ട്, RSS മെമ്പേഴ്സിന്റെ ഫ്രണ്ട് ആവാൻ പാടില്ല, അതുപോലെ ഫ്രണ്ട് മാത്രമല്ല അവരെ ഫാമിലിയെ അടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അത് മാത്രമല്ല മറ്റൊരു പോസ്റ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നത് RSS നോട്ട് സ്പെയർ മഹാത്മാഗാന്ധി ഓർ BA അംബേദ്കർ. BA അംബേദ്കറിനെ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിനെ പോലും വെറുതെ വിട്ടിട്ടില്ല RSS എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇത് പറഞ്ഞിട്ടുള്ള പകുതി കാര്യങ്ങളും സത്യം തന്നെയാണ്. ഓക്കെ, അത് വിടും. അപ്പോൾ ഈ കഴിഞ്ഞ, അതായത് ഇപ്പം RSSഉം ഈ പറയുന്ന ഹോം മിനിസ്റ്ററും തമ്മിൽ നല്ല പ്രശ്നത്തിലാണ്. അപ്പോൾ ഒരു കാരണം കിട്ടിയില്ല കേസ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്തു, 2025 കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുള്ള പോസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്തു, ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന് സമൻസ് അയച്ചിരിക്കുകയാണ് കോടതി.